വ്യൂവേഴ്സ്, ഇന്നൊരു ചിക്കൻ കറി വെച്ച കഥ പറഞ്ഞാലോ? അപ്പം നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം. ഉച്ച കഴിഞ്ഞ നേരത്തെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി ചിക്കൻ മേടിക്കണമെന്ന്. അപ്പോൾ ഇത് ഞാൻ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോവാണ്. കുറേ പട്ടികളുണ്ട്, അവർക്കൊക്കെ ഞാൻ ബിസ്ക്കറ്റൊക്കെ എപ്പോഴും മേടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജംഗ്ഷനിൽ വന്നു, ഞാൻ കോഴിക്കടയിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ ദേ ഞാൻ ഓരോരോ കോഴിയെ വെച്ച് നോക്കുകയാണ്. എനിക്ക് ഒരെണ്ണം മതി, ഒരു വലുതിനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാമൻ ഇതുപോലെ ഓരോന്നിൻ്റെ ഈ അളവൊക്കെ നോക്കുമല്ലോ, അപ്പോൾ അത് ഇത്ര kg എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്, കണക്കൊക്കെ കൂട്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ദേ നമുക്ക് അതിനെ മുറിച്ചെടുക്കുന്ന ആ ഒരു പരിപാടിയിലൊക്കെ കിടക്കാം. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കാണാൻ, ഇതിനെ വെട്ടുന്നത്, ഈ കഴുത്തറുക്കുന്ന സംഭവം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. കാരണം നമ്മൾ ചെന്നിട്ടാണല്ലോ പാവം കോഴിയുടെ ജീവൻ പോകുന്നതെന്നൊക്കെ ഉള്ളൊരു പേടിയാണ്. പക്ഷേ ഇന്ന് ഞാൻ ഇനി ഉള്ളിൽ കയറി അതിൻ്റെ ജീവനൊക്കെ പോയതിന് ശേഷം അതിൻ്റെ തൊലി ഉരിച്ചെടുക്കുമല്ലോ, ആ ഒരു പരിപാടിയൊക്കെ കണ്ട് നിൽക്കാൻ തന്നെ ഒരു രസമല്ലേ. അപ്പം അങ്ങനെ ആ ഒരു വെട്ടുന്ന രീതിയൊക്കെ ഒന്ന് ഞാൻ വീഡിയോ എടുത്തു. പാൻറ്റി എന്നോട് ചോദിക്കുകയാണ് ഇത് കറിക്ക് വേണ്ടിയിട്ടാണോ. അപ്പോൾ ഞാൻ പറഞ്ഞു കറിക്ക് വേണ്ടിയിട്ടാണ്, പക്ഷേ എനിക്ക് 2 കാലും നല്ല വലുപ്പത്തിൽ ഇരിക്കണം എന്ന്. എനിക്ക് ചിക്കൻ്റെ കാല് ഞാൻ മെയിനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചിക്കൻ്റെ കാലെന്ന് വെച്ചാൽ അത് ഞാൻ എപ്പം മേടിച്ചാലും അത് ഇച്ചിരി വലുപ്പത്തിൽ ഞാൻ ഒന്ന് വെട്ടിയിടാൻ പറയും. ദേ കണ്ടില്ലേ, ഈ 2 ചിക്കൻ കാലാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടം ചിക്കൻ. അത് പിന്നെ അതിൻ്റെ കഴുത്തുണ്ടല്ലോ, ആ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ നമ്മളത് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. കാണാൻ തന്നെ എന്ത് രസമാണല്ലേ ഈ വെട്ടിയെടുക്കുന്നതൊക്കെ കാണാൻ. അപ്പോൾ അതേ വെട്ടിയെടുത്ത് ആൻറ്റി ഇതെല്ലാം ഇനിയിപ്പോൾ ഒരു പാത്രത്തിൽ ആ പാത്രം ഉണ്ടല്ലോ അത് നിറച്ചും വെച്ച് തരും. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ചിക്കൻ. അപ്പോൾ ഇത് ഉടനെ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ മേടിച്ചുകൊണ്ട് പോവുകയാണ്. ഇതേ കണ്ടില്ലേ കവറിൽ. പിന്നീട് എനിക്ക് പച്ചക്കറി കടയിലും കൂടെ ഒന്ന് കയറണമായിരുന്നു. പിന്നെ നേരെ ഇതേ അമ്പലത്തിൻ്റെ അടുത്തൂടെ ഞാൻ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടില്ലേ പച്ചപ്പരവതാനി വിരിച്ച് കിടക്കുന്ന ഒരു പറമ്പ്, വയലിൻ്റെ സൈഡല്ലേ. അപ്പം ദേ എന്നെ കാത്ത് നമ്മുടെ ഡിങ്കൂസ് ഇങ്ങനെ നിൽക്കുകയാണ്. അവന് മനസ്സിലായി ഞാനിവിടെ ചിക്കൻ മേടിച്ചിട്ട് വന്നെന്ന്. അപ്പം അതേ ഞാൻ ആദ്യം തന്നെ എൻ്റെ ആ 2 കാലും തിരയുകയാണ് ഗേൾസ്. എനിക്ക് ആ കാല് ഞാൻ ഇപ്പോൾ കറി വെച്ചാലും ഫസ്റ്റ് ഞാൻ എടുത്ത് കഴിക്കുക കാലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനൊരു ഉരുളി എടുത്തു, അതിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറുകപ്പട്ട, പെരുംജീരകം ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അരിഞ്ഞു വെച്ച ചുമന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതിൽ അരിഞ്ഞാണ് ഇട്ടേക്കുന്നത്. സവാള ഒന്നേ എടുത്തിട്ടുള്ളൂ, ചുമന്നുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതാകുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് ഞാൻ വഴറ്റിയെടുക്കാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ നല്ല രീതിയിൽ വഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് പെട്ടെന്ന് തന്നെ അങ്ങ് വഴന്ന് കിട്ടും. പിന്നെ നമ്മളൊരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് നല്ല രീതിയിൽ വഴറ്റി കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് പെരുംജീരകപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നല്ല രീതിയിൽ വഴറ്റിയിട്ട് നമ്മളിതേ ആദ്യം തന്നെ ലെഗ് പീസൊക്കെ എടുത്തിടാണ്. പിന്നെ മൊത്തം കഷ്ണങ്ങളെല്ലാം വാരി വിതറുകയാണ് ഗൈസ്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് നമ്മളിപ്പം പച്ച കുരുമുളകായിരുന്നു, അതായത് നമ്മൾ ഉണക്ക കുരുമുളക് തന്നെ മുഴുവനായിട്ടുള്ളത്. അപ്പം അതും നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ, ഗരം മസാലയുള്ള പെരുംജീരകവും കറുകപ്പട്ട ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്തു. ജാറിനകത്ത് പൊടിച്ചെടുത്തതാണ് ലാസ്റ്റ് ഇട്ടത്. ഇപ്പോൾ ഇടുന്നത് ചിക്കൻ കറി മസാല. അപ്പം അതും കൂടെ എനിക്ക് ഈ ചിക്കൻ കറിയുടെ ഈ ചിക്കൻ മസാല ഉണ്ടല്ലോ, ചിക്കൻ കറിക്ക് ഇടുന്നത് ആ മസാലയുടെ ഫ്ലേവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ കുറച്ച് കറി ലീവ്സും കൂടി ഇട്ടിട്ട് നമ്മൾ വാഴയില വെട്ടിയിട്ട് അതിൽ അടച്ച് വെക്കുകയാണ്. ഒരു നൊസ്റ്റു ഫീൽ വരട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു വാഴയില വെട്ടി അതൊന്ന് അടച്ച് വെച്ച് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുകയാണ്. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.